ഓക്കെ. സോ കഴിഞ്ഞ വർഷത്തെ 2025 ഓണം എക്സാമിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ കഴിഞ്ഞ ഓണം എക്സാമിൽ ഈ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആൻ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ഹാസ് 6 കാർബൺ ആറ്റംസ്. ഓക്കെ, ഒരു ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആണ്, അതിനകത്ത് 6 കാർബൺ ആറ്റം ഉണ്ട്. നമുക്കറിയാം 6 കാർബണുള്ള ഒരു ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ഒരു എക്സാമ്പിളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ആ എക്സാമ്പിൾ ബെൻസീനാണ്. ഇത് മൈൻഡിൽ വെച്ചേക്കാം. സോ 6 കാർബൺ ആറ്റം ഉള്ള ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എപ്പോഴും എന്താണ്? ബെൻസീനാണ്. ഓക്കെ, അത് മൈൻഡിൽ വെച്ചേക്കാം. ഓക്കെ. സോ ആൻ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആ 6 കാർബൺ ആറ്റം ആൻഡ് 6 ഹൈഡ്രജൻ ആറ്റം. 6 കാർബൺ ആറ്റവും 6 ഹൈഡ്രജൻ ആറ്റവും. അതിൻ്റെ മോളിക്കുലർ ഫോർമുല C6H6. ലിറ്ററലി ടോക്കിംഗ് അബൌട്ട് ബെൻസീൻ. ബെൻസീനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഓക്കെ, ബാക്കി വായിക്കാം. ഇൻ ഇറ്റ്സ് മോളിക്യൂൾ ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട് ഒബ്റ്റൈൻഡ് വെൻ ഹൈഡ്രജൻ ആറ്റം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് റീപ്ലേസ്ഡ് വിത്ത് ആൻ OH ഗ്രൂപ്പ്. ഈ ബെൻസീനകത്തുള്ള ഒരു ഹൈഡ്രജനെ മാറ്റി അവിടെ OH വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്ട്രക്ചർ വരയ്ക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് കാണിച്ചു തരാം. C6H6 ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്തു. സോ C6H5 അതിന് പകരം ആരെ വെച്ചു എന്നാണ് പറയുന്നത്? OHനെ വെച്ചു. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഇത് നമ്മൾ ലിറ്ററലി പഠിച്ചിട്ടുള്ളതല്ലേ? C6H5OH എന്ന് വെച്ചാൽ എന്താണ്? C6H5OH എന്ന് വെച്ചാൽ എന്താണ്? അത് വേറൊന്നുമല്ല, ഫീനോളാണ്. എന്താണ്? ഫീനോളാണ്. ഇനി എന്താണ് ഫീനോൾ? നമ്മൾ വരച്ചൊക്കെ കാണിച്ചതാണ്. നമ്മൾ ബെൻസീൻ്റെ റിങ് വരയ്ക്കുക, ബെൻസീൻ്റെ റിങ്ങിൻ്റെ മുകളിൽ OH വരയ്ക്കുക. ഇതാണെന്ത്? ഫീനോൾ. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെൻസീൻ എടുക്കുക. ഞാൻ ക്വസ്റ്റിന് പറഞ്ഞ പോലെ ആദ്യം ഞാൻ ബെൻസീൻ വരയ്ക്കാൻ പോകണം. ബെൻസീൻ എന്ന് പറഞ്ഞാൽ 6 കാർബൺ. 1 2 3 4 5 6 അല്ലേ? ഇനി ഓൾട്ടർനേറ്റ് ഡബിൾ ബോൺസ് കൊടുക്കുക. ഇതിനെല്ലാം എന്ത് കൊടുക്കുക? ഓൾട്ടർനേറ്റ് ഡബിൾ ബോൺസ്. 1 ഇവിടെ കൊടുത്ത് ഇവിടെ കൊടുക്കരുത്, 2 ഇവിടെ കൊടുത്ത് ഇവിടെ കൊടുക്കരുത്, 3. ഇനി എന്ത് ചെയ്യുക? ഇവിടെ 3 ബോണ്ട് പോയി, ബാക്കി ഇനി എത്ര ബോണ്ട്? 1 ബോണ്ട്. H H H H H H. ഇതിനല്ലേ നമ്മൾ ബെൻസീൻ എന്ന് വിളിക്കുന്നത്? ഇതിനെയാണ് നമ്മൾ ബെൻസീൻ എന്ന് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ബെൻസീനകത്ത് ഒരു Hനെ റിമൂവ് ചെയ്യുക. ഞാൻ എന്താ ഈ Hനെ റിമൂവ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് അതിന് പകരം എന്ത് വെക്കാം? OH വെക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫീനോൾ എന്ന് വിളിക്കുക. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫീനോൾ എന്ന് വിളിക്കുക. ഒരു സെക്കൻഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫീനോൾ എന്ന് വിളിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അല്ലേ? അതായത് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് കോമ്പൗണ്ട് ഒബ്റ്റൈൻഡ് വെൻ ഹൈഡ്രജൻ ആറ്റം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് റിപ്ലേസ്ഡ് വിത്ത് OH ആറ്റം. ഫീനോളാണ്. അടുത്ത റൈറ്റ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? ഫീനോൾ. ഓക്കെ. വാട്ട് ഈസ് മെൻ ബൈ കമ്പഷൻ? കമ്പഷൻ എന്ന് പറയുന്നത് അടുത്ത ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്കാണ്. നമുക്കത് ചാപ്റ്റർ 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് ഡീൽ ചെയ്യാം. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 molecule of an aliphatic organic compound. What do you mean by aliphatic? 2 ടൈപ്പ് കോമ്പൗണ്ട് ഉണ്ട്, ആലിസൈക്ലിക്കും ആലിഫാറ്റിക്കും. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ എഴുതൂലേ? CH3 CH2 CH3 എന്നൊക്കെ പറഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് എഴുതൂലേ? അതിനെയാണ് നമ്മൾ ആലിഫാറ്റിക് എന്ന് വിളിക്കുക. സോ 1 molecule of an aliphatic hydrocarbon has 6 atoms. അപ്പോൾ സ്ട്രെയിറ്റ് ചെയിൻ ആണ്. അതിനകത്ത് എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ അങ്ങ് എഴുതി പോവാണേ. 1 2 3 4 5 6 6 കാർബൺ ഉണ്ട്. ഇനി ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് എ സാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ്. ഇതെന്താണ്? ഒരു സാച്ചുറേറ്റഡ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ സാച്ചുറേറ്റഡ്? സിംഗിൾ ബോണ്ട് മാത്രമുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കുക. അതായത് ഈ വരച്ചിരിക്കുന്നത് ശരിയാണ്. ഇതിൻ്റെ ഇടയിലെല്ലാം എന്താ വരിക? സിംഗിൾ ബോണ്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് എ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. കാർബോക്സിലിക് ഗ്രൂപ്പാണ്. നമുക്കറിയാം കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ എപ്പോഴും ഒന്നെങ്കിൽ ആദ്യം വരും അല്ലെങ്കിൽ അവസാനം വരും അല്ലേ? നമ്മൾ അവസാനം വരുന്നതാണ് നമ്മൾ വരച്ച് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അവസാനത്തെ കാർബൺ അങ്ങ് നമ്മൾ എന്തായി കൊടുത്തു? കാർബോക്സിലിക് ആസിഡ് ആയി കൊടുത്തു. COOH ആണ് കാർബോക്സിലിക് ആസിഡ് അല്ലേ? COOH ആണ് കാർബോക്സിലിക് ആസിഡ്. ഇനി ബാക്കിയുള്ളത് ഫില്ലി CH3 CH2 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 COOH. ഓക്കെ. അടുത്ത ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട് നമ്മൾ എഴുതി. the IUPAC name the compound in this family with 5 carbon atoms. ഇൻ ദിസ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ഏത് ഫാമിലിയാണ്? ഇത് കാർബോക്സിലിക് ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ ഇത് ഏത് ഫാമിലിയാണ്? ഇത് കാർബോക്സിലിക് ഗ്രൂപ്പാണ്.
ഓക്കെ, അപ്പോൾ ഈ ഫാമിലി എന്ന് പറയുമ്പോൾ കാർബോക്സിലിക് ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള അഞ്ചാമത്തെ ആൾ, 5 കാർബൺ ഉള്ള ആൾ. 5 കാർബൺ ഉള്ള ആളെന്ന് പറയുമ്പോൾ എന്താണ്? 5 കാർബൺ വരയ്ക്കുക. 1 2 3 4 5. അഞ്ചാമത്തെ കാർബണിൽ COOH. ഓക്കെ, സോ CH3 CH2 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 COOH. ഇതിൻ്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ IUPAC നെയിം? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്. ഓയിക് ആസിഡ് ചേർക്കുക അല്ലേ? പെൻറ്റനോയിക് ആസിഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, സോ ഇതിൻ്റെ പേര് പെൻറ്റനോയിക് ആസിഡ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ എ സാച്ചുറേറ്റഡ് ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺ. വീണ്ടും ആലിഫാറ്റിക് എന്ന് വെച്ചാൽ എന്താ? സ്ട്രൈറ്റ് ചെയിൻ കോമ്പൗണ്ട്സ്. ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺ മോളിക്യൂൾ കണ്ടെയ്ൻസ് 7 കാർബൺ ആറ്റം. മൊത്തം 7 കാർബൺ ആറ്റം ഉണ്ട്. 1 2 3 4 5 6 അല്ലേ? 1 2 3 4 5 6 7. ഓക്കെ, there is a methyl group as a branch at second carbon atom. മൊത്തം 7 കാർബൺ ഉണ്ട്. അപ്പോൾ മൊത്തം 7 കാർബണിൽ രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്. സോ മൊത്തം 7 ഉണ്ടെങ്കിൽ ഒരെണ്ണം എവിടെ വരുന്നു? മീഥൈലായിട്ട് വരും. നോക്ക്, 1 2 3 4 5 6 7. മൊത്തം 7 ഉണ്ടെന്ന് പറയാം. അതിൽ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരെണ്ണം മീഥൈലായിട്ട് വരുന്നു. അപ്പോൾ മൊത്തം 7 വരുവാണെങ്കിൽ മെയിൻ ചെയിനിൽ 6 ഒരെണ്ണം ബ്രാഞ്ചായിട്ട് മീഥൈലായിട്ട് വരുന്നു എന്ന് അർത്ഥം. ഓക്കെ, ഒരെണ്ണം മീഥൈലായിട്ട് വരുന്നു രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ. ഇതാണ് ക്വസ്റ്റ്യൻ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ദാണ്ട വരച്ചേക്കുന്ന സ്ട്രക്ചർ. ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്താൽ പോരെ ഇതിനകത്ത്? CH3. ഇവിടെ 3 ബോണ്ട് വരും. CH2 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 CH3. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ പേര് നമ്മൾ എങ്ങനെ എഴുതുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കണം. ഇതിൻ്റെ മെയിൻ ചെയിൻ ഏതാ? ഇതാണ് മെയിൻ ചെയിൻ അല്ലേ? ഇതാണ് മെയിൻ ചെയിൻ. രണ്ടാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് ഉള്ളത്. ഏത് ബ്രാഞ്ച് ഉള്ളത്? മീഥൈൽ ബ്രാഞ്ചാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? 2 മീഥൈൽ, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സെയിൻ. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണല്ലോ, എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. അടുത്ത അനലൈസ് ദ ഗിവൺ സ്ട്രക്ചർ. തന്നിരിക്കുന്ന സ്ട്രക്ചർ അനലൈസ് ചെയ്യുക. അതായത് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്സ്റ്റ്. ഇതിൽ നമ്മൾ എണ്ണി നോക്കുക. 1 2 3 4 1 2 3 1 2 3 4 ഇങ്ങനെ എണ്ണി നോക്കുക. എന്നിട്ട് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിനകത്തുള്ള ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഇതാണ്. 1 2 3 4 5. അതാണ്ട് ഇതാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. അതായത് നമ്പർ ഓഫ് കാർബൺ ആറ്റം 5. 5 കാർബണുള്ള ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. ഓക്കെ, വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ടു വിച്ച് മീഥൈൽ ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ്? മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പൊസിഷൻ നമ്പർ എന്ത്? അപ്പോൾ ഈ മെയിൻ ചെയിനിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ചെയ്യുക അല്ലേ? ഇങ്ങോട്ട് നമ്പർ ചെയ്യുമ്പോൾ 1 2 3. മൂന്നാമത്തെ കാർബണിലാണ് 2 മീഥൈലും ഇരിക്കുന്നത്. തിരിച്ച് നമ്പർ ചെയ്യുമ്പോഴോ 1 2 3. രണ്ടാമത് നമ്പർ ചെയ്യുമ്പോഴും മൂന്നാമത്തെ കാർബണിൽ തന്നെയാണ് മീഥൈൽ ഗ്രൂപ്പ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ നമ്പർ എന്താ? 3,3. എന്തുകൊണ്ടാണ് 3,3 എന്ന് എഴുതിയത്? കാരണം 3ൽ ഒരു മീഥൈലുണ്ട്, 3ൽ തന്നെ വേറൊരു മീഥൈലുണ്ട്. സോ 3,3 ആണ് പൊസിഷൻ നമ്പർ. ഓക്കെ, വാട്ട് ഈസ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? എന്താണ് ഇതിൻ്റെ IUPAC നെയിം? 3,3. 2 മീഥൈലുണ്ട്, അപ്പോൾ ഡൈമീഥൈൽ. 3,3 ഡൈമീഥൈൽ പെൻറ്റേൻ. Okay, so next question. CH3 second last question ആണ്. CH3CHO and CH3CH2CHO are members of a homologous series. ഇവർ രണ്ടുപേരും ഒരേ ഹോമോലോഗസ് സീരീസിലെ മെമ്പറാണ്. ഏത് ഹോമോലോഗസ് സീരീസ്? CHO കൊണ്ട് രണ്ടുപേരും ആൽഡിഹൈഡിൻ്റെ മെമ്പറാണ്. രണ്ടുപേരും ഏത് ഫാമിലിയാണ്? ആൽഡിഹൈഡ് ഫാമിലിയിലാണ്. ഓക്കെ, റൈറ്റ് ദ നെയിം ഓഫ് ഫാമിലി ടു വിച്ച് കോമ്പൗണ്ട്സ് ബിലോ. ഏതാണ് ആ ഫാമിലി? ആൽഡിഹൈഡ്. ഏതാണ്? ആൽഡിഹൈഡ്. ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കിയാൽ മതിയോ? സിമ്പിളാണ്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് IUPAC നെയിം എഴുതാം. ആൽഡിഹൈഡിൻ്റെ പേര് എന്താ? അവസാനം ആൽ ചേർത്താൽ പോരെ? അവസാനം ആൽ ചേർത്താൽ മതി അല്ലേ? അപ്പോൾ ഇതിൻ്റെ പേരെന്ത് വരും? മെത്ത് എത്ത്. അപ്പോൾ എത്തനാൾ. ഇതിൻ്റെ പേരെന്ത് വരും? മെത്ത് എത്ത് പ്രൊപ്പ്. അപ്പോൾ അതിൻ്റെ പേരെന്താ? പ്രൊപ്പനാൾ. ഓക്കെ, ആദ്യത്തെ കോമ്പൗണ്ടിൻ്റെ പേര് എത്തനാൾ, രണ്ടാമത്തെ കോമ്പൗണ്ടിൻ്റെ പേര് പ്രൊപ്പനാൾ. ആൾ ചേർത്താൽ മതി. ഓക്കെ, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് കോമ്പൗണ്ട്സ് ഹാവിംഗ് ദ സെയിം മോളിക്കുലാർ ഫോർമുല ഓഫ് കോമ്പൗണ്ട് 2. ഈ കോമ്പൗണ്ട് 2ൻ്റെ അതേ മോളിക്കുലാർ ഫോർമുല ആയിരിക്കണം, പക്ഷെ വേറൊരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കണം. സെയിം മോളിക്കുലാർ ഫോർമുലയും ഡിഫറെൻറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ ഫംഗ്ഷണൽ ഐസോമർസം എന്ന് പറയുന്നത്. നമുക്കറിയാം
CO ഫങ്ഷണൽ ഐസോമറാണ് CHO. അതേമാതിരി ഓടെ ഫങ്ഷണൽ ഐസോമറാണ് OH അല്ലേ. അപ്പോൾ CO വന്നു, എന്നിട്ട് നമുക്ക് അതേ മോളിക്കുലർ ഫോമുലയുള്ള ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പുള്ള വേറെ ഐസോമർ വേണമെന്നുണ്ടെങ്കിൽ CHO വരുന്ന രീതിയിൽ ചെയ്താൽ മതി. CHO ആണെന്നുണ്ടെങ്കിൽ CO വരുന്ന രീതിയിൽ ചെയ്യാതെ മതി. ഇത് നമ്മുടെ ഇരിക്കുന്ന കോമ്പൗണ്ട് OH ആണെങ്കിലോ ആ OH ഉള്ള കോമ്പൗണ്ടിനെ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറ്റി O ആക്കി കൊടുത്തു കഴിഞ്ഞാൽ സെയിം മോളിക്കുലർ ഫോമുല കിട്ടും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, സ്ട്രക്ചറൽ കോമ്പൗണ്ട് ഹാവിങ് സെയിം മോളിക്കുലർ ഫോമുല, അതേ മോളിക്കുലർ ഫോമുല ആയിരിക്കണം. കോമ്പൗണ്ട് 2 ഇതാണ്, ഓക്കെ, ബട്ട് ഹാവിങ് അനദർ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം കോമ്പൗണ്ട് 2വിനകത്ത് എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം. 1 2 3 3 കാർബൺ ഉണ്ടല്ലേ. CHO ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ ഐസോമർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എഴുതാൻ പറ്റുക, CO ആണ് എഴുതാൻ പറ്റുക. അപ്പോൾ 3 കാർബണുള്ള CO ഫങ്ഷണൽ ഗ്രൂപ്പുള്ള എന്ത് എഴുതണം, ഐസോമർ എഴുതണം. അതെങ്ങനെ എഴുതാൻ പറ്റുക നോക്കി, 3 കാർബണേ വരാൻ പാടുള്ളൂ. 1 2 3. അതിൽ എന്തായിരിക്കണം, കോമ്പൗണ്ട് CO ആയിരിക്കണം ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരാൻ പാടുള്ളൂ. നമുക്കറിയാം CO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് എവിടെ വരത്തുള്ളൂ, നടുക്കേ വരത്തുള്ളൂ അല്ലെ, അറ്റങ്ങളിൽ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല. സോ CO. അപ്പോൾ എന്ത് വരും ഇവിടെ, CH3 CO CH3. ഇതിൻ്റെ മോളിക്കുലർ ഫോമുല നമുക്ക് വേണമെങ്കിൽ എഴുതി നോക്കാം. C3H6O അല്ലേ. മറ്റേതിൻ്റെ മോളിക്കുലർ ഫോമുല എഴുതി നോക്ക്. ഇതിൻ്റെ മോളിക്കുലർ ഫോമുല എഴുതി നോക്ക്. 1 2 3 C3 3 2 5 5 1 6 H6O ഉണ്ടോ, സെയിം തന്നെ വരത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, 2-3 ക്വസ്റ്റ്യനുണ്ട്. പെട്ടെന്ന് തീർക്കാം. നാളെ പെൻഡാൻ 2-on പെൻഡാൻ 3-on ആർ പെയർസ് ഓഫ് ഐസോമേഴ്സ്. പെൻഡാൻ 2-on പെൻഡാൻ 3-on എന്താണ്, 2 ഐസോമേഴ്സ് ആണ്. എന്ത് ടൈപ്പ് ഐസോമർ ആണ് നോക്ക്. പെൻഡാൻ 2-on പെൻഡാൻ 3-on പൊസിഷൻ നമ്പർ മാത്രമേ മാറുന്നുള്ളൂ. ഇവിടെ എന്ത് ഐസോമറാ, പൊസിഷൻ ഐസോമേഴ്സ് ആണ്. ഓക്കെ, ഇത് സ്ട്രക്ചറൽ ഫോമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് സ്ട്രക്ചറൽ ഫോമുല എഴുതാം. പെൻഡാൻ 2-on. ഓൺ എന്ന് പറയുമ്പോൾ എന്താ, ഓൺ എന്ന് പറയുമ്പോൾ കീറ്റോൺ ആണ് വരിക അല്ലേ. പെൻഡാൻ 2-on, പെൻഡാൻ എന്ന് പറയുമ്പോൾ 5 കാർബൺ അല്ലേ. 1 2 3 4 5 5 കാർബണിൽ രണ്ടാമത്തെ കാർബണിൽ കീറ്റോൺ, രണ്ടാമത്തെ കാർബണിൽ കീറ്റോൺ. ഇതാണ് പെൻഡാൻ 2-on. ഇനി ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം അതിനകത്ത്. അതേപോലെ പെൻഡാൻ 3-on എന്ന് പറയുമ്പോൾ 1 2 3 4 5 ഇതിൽ പെൻഡാൻ 3-on മൂന്നാമത്തെ കാർബണിൽ കീറ്റോൺ. ഇതാണ് രണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോമുല. ഇതല്ല, ഇനി ഇതിനകത്ത് ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം. ഇവിടെ അതേപോലെ ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. അതാണ് സ്ട്രക്ചറൽ ഫോമുല. ഓക്കെ, ടു വിച്ച് ഫാമിലി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ദേ ബിലോങ്. ഏത് ഫാമിലിയാണ് ഇത് ഏത് ഫാമിലിയാണ്, കീറ്റോൺ. The structural formula of compound having same molecular formula of this compound but belong to another family. Another family എന്ന് പറഞ്ഞാൽ വേറെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കണം, പക്ഷേ മോളിക്കുലർ ഫോമുല സെയിം ആയിരിക്കണം. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ നമുക്കറിയാം. CHO ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറെ ഫങ്ഷണൽ ഐസോമർ എഴുതണമെന്നുണ്ടെങ്കിൽ CO എഴുതിയാൽ മതി. ഇനി CO ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറെ ഫങ്ഷണൽ ഗ്രൂപ്പ് എഴുതി കഴിഞ്ഞാൽ പറഞ്ഞാൽ CH എഴുതിയാൽ മതി. ഇവിടെ CO അല്ലേ, അപ്പോൾ ഇതേ നമ്പർ ഓഫ് കാർബൺ ഉള്ള CH എഴുതിയാൽ മതി. ഓക്കെ, സോ എന്ത് ചെയ്യണം, ഇവിടെ എത്ര കാർബൺ ഉണ്ട്, 1 2 3 4 5 5 കാർബൺ വരയ്ക്കുക. 1 2 3 4 5 നമുക്കറിയാം കീറ്റോൺ എപ്പോഴും അറ്റത്താണ് വരിക. സോ അറ്റത്ത് CHO വരയ്ക്കുക. ബാക്കി എല്ലാ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ഇനി എണ്ണി നോക്കിക്കഴിഞ്ഞാലും സെയിം മോളിക്കുലർ ഫോമുല തന്നെ ആയിരിക്കും. പക്ഷേ ഇയാൾ എന്താണ്, ഇയാൾ ആൽഡിഹൈഡ് ഫാമിലിയിലുള്ളതാണ്. അതല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. മോളിക്കുലർ ഫോമുല ഡിഫറെൻ്റ് ആയിരിക്കണം, വേറെ ഫാമിലി ആയിരിക്കണം. മോളിക്കുലർ ഫോമുല സെയിം ആയിരിക്കണം, വേറെ ഫാമിലി ആയിരിക്കണം. ഓക്കെ, the molecular formula of a compound is C4H10O. C4H10O. Okay, which are the families of organic compounds have this molecular formula? ഞാൻ ഒരു കാര്യം ക്ലിയർ ആക്കി തരാം. നിങ്ങൾ സപ്പോസ് C4H10O എന്ന് കാണുമെന്ന് വിചാരിക്കാം. 4ൻ്റെ ഇരട്ടി എത്ര, 8. 8 + 2 അല്ലേ 10. ഇതിൻ്റെ കൂടെ എന്തുണ്ട്, ഒരു O ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് OH അല്ലെങ്കിൽ O, ഇവർ രണ്ടുപേരിൽ ആരിലും ആയിരിക്കും. ഒന്നുകൂടെ പറയാം, ഇതിൻ്റെ ജനറൽ ഫോമുല ഇങ്ങനെ വരിക, CnH2n + 2O ഇങ്ങനെ വരുവാണെങ്കിൽ അത് കാർബണിൻ്റെ ഇരട്ടിയുടെ കൂടെ 2 കൂട്ടുമ്പോഴാണ് ഹൈഡ്രജൻ എണ്ണം കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഒരു ഓയും കൂടെ ഉണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബിലി അവരൊന്നെങ്കിൽ O ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈഡ്രോക്സി OH വരുന്ന ഗ്രൂപ്പ് ആയിരിക്കും. ഇനി കാർബൺ നേരെ ഇരട്ടിയാണ് ഹൈഡ്രജൻ വരുന്നത്, അതിൻ്റെ കൂടെ O ഉണ്ടെന്ന് വിചാരിക്കുക. C4ൻ്റെ ഇരട്ടി 8. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബിലി അവർ കീറ്റോൺ അല്ലെങ്കിൽ
എന്തായിരിക്കും? ആൽഡിഹൈഡ് ആയിരിക്കും, ഉറപ്പ്. ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് C4 സപ്പോസ് വേറെ എക്സാമ്പിൾ എടുത്ത് കാണിച്ചാൽ C3H8O ഈ ഒരു സാധനം നോക്കേ. ഇത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്? 3ൻ്റെ ഇരട്ടി 6, 6+2 8 അല്ലേ? 3ൻ്റെ ഇരട്ടി 6, 6+2 8. അപ്പോൾ CnH2n+2O എന്ന് പറഞ്ഞ രീതിയിലാണ് വരുന്നത്. ഇയാൾ പ്രോബബിലി O വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പോ OH വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പോ ആയിരിക്കും. ഇനി ഇങ്ങനെ വരുവാണെന്ന് വിചാരിച്ചോ, കാർബണിൻ്റെ നേരെ ഇരട്ടിയാണ് ഹൈഡ്രജൻ, 3ൻ്റെ ഇരട്ടി 6. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഉറപ്പായിട്ടും കീറ്റോണോ അല്ലെങ്കിൽ ആൽഡിഹൈഡോ ആയിരിക്കും. കീറ്റോണോ ആൽഡിഹൈഡോ ഉറപ്പായിട്ടും ആയിരിക്കും. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. വിച്ച് ആർ ദ ഫാമിലീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിങ് ദിസ് മോളിക്കുലർ ഫോർമുല? ഏതൊക്കെ ഫാമിലീസിനാണ് ഈ മോളിക്കുലർ ഫോർമുല ഉള്ളത്? ഏതൊക്കെ ഫാമിലീസ്? ഇത് C4H8O അല്ലേ? അതായത് 4ൻ്റെ ഇരട്ടി 8, 8+2 10. അപ്പോൾ ഏതൊക്കെ ഫാമിലീസിന് വരാൻ പറ്റും? Oയ്ക്കും വരാൻ പറ്റും, OHനും വരാൻ പറ്റും. ഓക്കെ, സോ ആൽക്കോക്സിക്കും പറ്റും, ഹൈഡ്രോക്സിക്കും പറ്റും. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് പെയർ ഓഫ് ഫങ്ഷണൽ ഐസോമേഴ്സ് ഹാവിങ് ദിസ് മോളിക്കുലർ ഫോർമുല. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് പെയർ ഓഫ് ഫങ്ഷണൽ ഐസോമേഴ്സ് ഹാവിങ് ദിസ് മോളിക്കുലർ ഫോർമുല. ഇതേ മോളിക്കുലർ ഫോർമുലയുള്ള ഒരു പെയർ ഓഫ് ഫങ്ഷണൽ ഐസോമർ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 4 കാർബണുള്ള O ഒരെണ്ണം വരയ്ക്കണം, 4 കാർബണുള്ള OH ഒരെണ്ണം വരയ്ക്കണം. രണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. വരച്ച് കാണിച്ചു തരാം. 4 കാർബൺ വരയ്ക്കുക. ആദ്യം 1 2 3 4. അപ്പുറത്ത് 4 കാർബൺ 1 2 3 4. 2 കോമ്പൗണ്ട്. ഇതിലൊരു കോമ്പൗണ്ട് OH ആക്കുക, ഒരു കോമ്പൗണ്ട് ആൽക്കോക്സി ഗ്രൂപ്പ് ആക്കുക. ഫോർ എക്സാമ്പിൾ ഇതിന് ഞാൻ OH ആക്കുവാണ്. എവിടെ ഞാൻ OH കൊടുക്കും? ഇഷ്ടമുള്ളത് OH കൊടുത്താൽ ഞാൻ സപ്പോസ് ലാസ്റ്റ് കാർബണിൽ OH കൊടുക്കുമെന്ന് വിചാരിക്കാം. ബാക്കി ഫില്ല് ചെയ്യും. CH3 CH2 CH2 CH2. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും O കൊടുക്കുക. ഞാൻ എന്താ ഇതിൻ്റെ ഇടയിൽ O കൊടുക്കുവാന്ന് വിചാരിക്കാം. CH3 CH2 CH2 CH3. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല നിങ്ങൾ എണ്ണി നോക്ക്. C4H10O എന്ന് വരും. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല നിങ്ങൾ എണ്ണി നോക്ക്. C4H10O എന്നേ വരത്തുള്ളൂ. അപ്പോൾ ഇതേ മോളിക്കുലർ ഫോർമുല വരണം, രണ്ട് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ OHും ഒരാൾ Oയും ആക്കിയാൽ മതി. എന്തുകൊണ്ട് ഇവിടെ നമ്മളിങ്ങനെ ചെയ്ത് C4H10 വന്നത്? C4H8 ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ കീറ്റോണും ഇവിടെ നമ്മൾ ആൽഡിഹൈഡും എഴുതിയാനായിരുന്നു. മനസ്സിലായോ? ഓക്കെ, write the structural formula of pair of Poisson isomers having molecular formula. ഇവിടെ നോക്കിയടാ, ഇവിടെ 2 കോമ്പൗണ്ട് നമുക്ക് കിട്ടി. ഈ 2 കോമ്പൗണ്ടിനകത്ത് Poisson ഐസോമർ വരാൻ വരുന്ന ആർക്ക് മാത്രമാണ്? OHന് മാത്രമാണ്. ഓടെ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ നമ്മൾ മെറ്റാമർ എന്നല്ലേ വിളിക്കുക. സപ്പോസ് ഓരോ പൊസിഷൻ ഞാൻ ഇങ്ങോട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ വിളിക്കുന്ന പേരെന്താ? മെറ്റാമറിസം എന്നാണ്. പൊസിഷൻ ഐസോമറിസം. ഈ OHന്റെ പൊസിഷൻ മാറ്റിക്കഴിഞ്ഞാൽ പൊസിഷൻ ഐസോമറിസം എന്ന് വിളിക്കാൻ പറ്റുന്നത് ഈ OH വരുന്ന കോമ്പൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പെയർ ഓഫ് പൊസിഷൻ ഐസോമർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടും ഈ കോമ്പൗണ്ട് OHനെ മാറ്റി ഇത് എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ നോക്ക്, CH3 CH2 CHOH CH3. ഇവിടെ നോക്കുക, എന്താ വ്യത്യാസം? ഇവിടെ ഇരുന്ന OHനെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് വെച്ചപ്പോൾ ഇത് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടും എന്താണ്? പൊസിഷൻ ഐസോമറാണ്. ഇതേമാതിരി ഞാൻ ഇതിൻ്റെ എഴുതാൻ നോക്കിക്കഴിഞ്ഞാലോ, സപ്പോസ് CH3 ഞാൻ ഈ ഓനെ എടുത്ത് ഇപ്പുറത്തിടുവാണേ. O CH2 CH2 CH3. ഇതിൻ്റെ പൊസിഷൻ ഐസോമർ അല്ല. ഓക്സിജൻ ഇപ്പുറം വരുമ്പോൾ എന്തായിട്ട് മാറുന്നത്? മെറ്റാമർ ആയിട്ടാണ് മാറുന്നത് അല്ലേ? ഓയോ COയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ അതിന് പറഞ്ഞ പേരാണ് മെറ്റാമറിസം. അപ്പോൾ പൊസിഷൻ ഐസോമർസ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ OHനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. മെറ്റാമർ ആണ് ചോദിക്കുന്നതെങ്കിൽ Oനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. അത് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് പെയർ ഓഫ് മെറ്റാമേഴ്സ് ആണ്. എഴുതി വെച്ചിട്ടുണ്ട്. പെയർ ഓഫ് മെറ്റാമേഴ്സ് ഹാവിങ് ദിസ് മോളിക്കുലർ ഫോർമുല. അപ്പോൾ പൊസിഷൻ ഐസോമർ ചോദിക്കുമ്പോൾ OHനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. മെറ്റാമറിനെ ചോദിക്കുമ്പോഴത്തേക്കും Oനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. മറ്റേത് OH ചെയ്തു. ഓക്കെ, അടുത്ത C4H6 is a molecular formula of an open chain hydrocarbon. What do you mean by open chain hydrocarbon? Straight നമ്മൾ എഴുതൂലേ, CH3 CH2 CH3 എന്ന്. ഞാൻ ഓപ്പൺ ചെയിൻ എന്ന് പറയാം. അടുത്ത ജനറൽ ഫോർമുല ഓഫ് ദ ഫാമിലി വിച്ച് ഹൈഡ്രോകാർബൺ ബിലോങ്സ്. ജനറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. C4H6 4ൻ്റെ ഇരട്ടി 8, 8 - 2 ആണ് 6 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ CnH2n - 2 ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടാണ്. ഓക്കെ, ദ പോസിബിൾ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് ഹൈഡ്രോകാർബൺ. ഈ ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാം അല്ലേ? 4 കാർബൺ അല്ലേ? C4H6 അല്ലേ? 4 കാർബൺ 1 2 3 4. ഇതിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ട്രിപ്പിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഇട്ട് കൊടുക്കുകയാണ്. CH
ഇവിടെ ഹൈഡ്രജൻ ഒന്നും വരത്തില്ല, CH2 CH3 എണ്ണി പോയി കഴിഞ്ഞാൽ C4H6 എന്ന് തന്നെ കിട്ടും. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഐസോമറിസം എക്സിബിറ്റഡ് ബൈ ദീസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന് ചെയ്യാൻ പറ്റുന്ന ഐസോമറിസം എന്ത്? ഈ കോമ്പൗണ്ട് ആകെ ഒരു ഐസോമറിസം ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ബോണ്ടിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, അല്ലേ? വേറെ വല്ല ഐസോമറിസം കൂടെ പോസിബിൾ ആണോ? അല്ല. വേണമെങ്കിൽ ഈ ബോണ്ടിനെ എടുത്ത് ഇപ്പുറം വെക്കാം, അപ്പോൾ എന്തായിട്ട് മാറും? ബോണ്ടിൻ്റെ പൊസിഷൻ മാറും, അപ്പോൾ അത് പൊസിഷൻ ഐസോമറായിട്ട് മാറും. അപ്പോൾ ഈ കോമ്പൗണ്ടിന് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഐസോമർ ആകെ ഏതേ ഉള്ളൂ? പൊസിഷൻ isomerism. 4 hydrogen atoms are added to a molecule in this compound. Write the structural formula of the pair of chain isomer of the product. 4 hydrogen atom are added to the molecule of this compound. Okay. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അവിടെ പഠിക്കാം.